ഇടുക്കിയിൽ നമുക്കറിയാവുന്ന പോലെ നേരത്തെ മണ്ണിടിച്ചിലിൽ ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു അടൂർ മലയിൽ സുമതി. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം ഇപ്പോൾ സുമതിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ്. ആൽവിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. ആൽവിൻ, ഏറ്റവും പുതിയ വിവരം അതാണ്. മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ തൊടുപുഴ കുടയത്തൂർ അടൂർ മലയിലാണ് ഇന്ന് പുലർച്ചെ 2:30 മണിയോടുകൂടി ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ആ ഉരുൾപൊട്ടലിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നിരുന്നു. മഷിത്തണ്ടിൽ വീട്ടിൽ സുമതിയുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. സുമതിയുടെ ഭർത്താവിനെയും നേരത്തെ മകനെയും അവിടെ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷിച്ച ആശുപത്രിയിലേക്ക്, തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ സുമതിക്കായി നിരന്തരം ആ നേരം മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചതാണ്. നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് NDRF സംഘം അവിടെ എത്തുന്നത്. NDRF സംഘം അടക്കം ഇപ്പോൾ നടത്തിയ തെരച്ചിലിലാണ് ഇപ്പോൾ സുമതിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് അത്. ഒരു മൃതദേഹം അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നു. അത് തൊടുപുഴ അടൂർ മലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിലാണ് ഒരു വീട് പൂർണ്ണമായും തകരുകയും ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ വീടിന്റെ ഉടമസ്ഥ കൂടിയായിരുന്ന മഷിക്കല്ലേൽ സുമതി, ഇത് കുടയത്തൂർ 7-ാം വാർഡിലാണ് ഈ അടൂർ മല എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഇന്ന് പുലർച്ചെ അതിശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി തുടങ്ങിയതാണ് തൊടുപുഴ പരിസരത്തും അതോടൊപ്പം തന്നെ മുഴുവൻ മേഖലകളിലും വലിയ മഴ ഉണ്ടായിരുന്നു. ഏതാണ്ട് പുലർകാലം വരെ ഈ മഴ നീണ്ടു നിന്നു. 3:30 മണി വരെ ഈ മഴ നീണ്ടു നിന്നു. ഇപ്പോൾ 3 ഇടങ്ങളിലായിരുന്നു. 3 ഇടങ്ങളിൽ ആളുകളെ കാണാതായിട്ടുണ്ടായിരുന്നു. ഒന്ന് വാഗമണ്ണിലാണ്. വാഗമൺ കോലാഹലമേട്ടിലാണ് ഒരു വീടിന് മുകളിലേക്ക് മണ്ണ് വീണ് ഒരാളെ തെരച്ചിൽ തുടരുകയായിരുന്നു. അവരെ ഉടൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷയായി പറയുന്നത്. അതോടൊപ്പം തന്നെ ഏലപ്പാറ ചെമ്മണ്ണ് ഭാഗത്ത് വീടിന് മുകളിൽ മണ്ണ് വീണ് ഒരാളെ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അവിടെയും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിലാണ് ഇപ്പോൾ ഒരാളുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. സുമതി എന്ന വൃദ്ധയായ സ്ത്രീയാണ്. അവരാണ് ഈ ഉരുൾപൊട്ടലിൽ ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. കുടയത്തൂർ 7-ാം വാർഡിൽ മഷിക്കല്ലിൽ സുമതിയാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. മണ്ണിനടിയിൽ നിന്നാണ് സുമതിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിനു മുമ്പ് തന്നെ ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ആളുകൾ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ എത്തിയിരുന്നു. ആ പ്രദേശത്തിലെ മുഴുവൻ ആളുകളും അതോടൊപ്പം തന്നെ താലൂക്കിൽ നിന്നുള്ള ആളുകളും ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം അടക്കമുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തിയിരുന്നിരുന്നു. ഇതൊരു വലിയ മലയുടെ മുകളിലാണ്. അങ്ങോട്ടേക്ക് പോക്കൊക്കെ ദുഷ്കരമായ ഒരു പ്രദേശം കൂടിയാണ്. ആ പ്രദേശത്തേക്ക് മുഴുവൻ സംവിധാനങ്ങളും മാക്സിമം സ്പീഡിൽ തന്നെ എത്തിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചിരുന്നു. അങ്ങനെയാണ് 2 പേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഈ സുമതിയുടെ ഭർത്താവ് രവി, അതോടൊപ്പം തന്നെ രതീഷ് എന്നിവരെ രക്ഷപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ സുമതിയുടെ മൃതദേഹം ലഭിച്ചു എന്നുള്ളൊരു ദാരുണമായ വാർത്തയാണ് നമുക്ക് നൽകാനുള്ളത്. സേതു, ആൽവിൻ, ഇപ്പോൾ ഈ ആൽവിൻ കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ തന്നെ വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ മലയോര മേഖലകളിലടക്കം ഇടുക്കിയിൽ ശക്തമായ മഴയായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഉരുൾപൊട്ടലും ഒക്കെ മണ്ണിടിച്ചിലും ഒക്കെ ഇടുക്കിയിലുണ്ട്. അപ്പം ഈ നിലവിൽ മഴ പെയ്യുന്നുണ്ടോ അതോ മഴ മാറിയ സാഹചര്യമാണോ? ഇപ്പോൾ മലയോര മേഖലകളിൽ ചിലയിടങ്ങളിലും ചെറിയ മഴയുണ്ട് എങ്കിൽ പോലും താഴോട്ട് ഏതാണ്ട് ഈ തൊടുപുഴയിലെ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ തൊടുപുഴ പ്രദേശങ്ങളിലൊക്കെ മഴ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 5 മണിയോടുകൂടി തന്നെ മഴ ശമനമുണ്ടായിരുന്നു. അതിനുശേഷം മഴ അങ്ങനെ കാര്യമായി പെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടുത്തെ സാധ്യത. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം പെട്ടെന്ന് ഊർജിതമാക്കാൻ കഴിഞ്ഞതും 2 പേരെ അവിടെ നിന്ന് രക്ഷിച്ചെടുക്കാനും സാധിച്ചത്. അടൂർമലയിലെ അവരെ രക്ഷപ്പെടുത്തുന്ന ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് 5:30 മണിയോടുകൂടിയാണ് അവിടുന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ മഴ കുറഞ്ഞത് കൊണ്ടാണ് പെട്ടെന്ന്. ആൽവിൻ, ഒറ്റ മിനിറ്റ് ആൽവിൻ, ഇപ്പോൾ ആൽവിനിലേക്ക് വരാം.